ജാബും ഹുക്കും അപ്പർക്കെട്ടും. ഇതൊക്കെ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന ഏതിലൊക്കെ സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഏതിലൊക്കെ വാളുകൾ ചുറ്റും വന്നിരുന്ന് ഏണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടും. ഞാൻ വൈഫിൻ്റെ കിലോ അവളെൻ്റെ കിലോ കാണിച്ചു തരാറുണ്ട്. ഒന്നുമില്ല, നമുക്ക് പണി അറിയാടാ, പണി തരുവോളാ എന്നൊരു സാധനം കൊടുത്തിട്ട് സ്കൂട്ടാവാനായിട്ട്. അത്യാവശ്യം സ്മെല്ല് പറഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി സാനിറ്റൈസ് ചെയ്തൊക്കെ ഉപയോഗിക്കുക. ഞാൻ എന്തായാലും ഇത് കഴുകി സാനിറ്റൈസ് ചെയ്തിട്ടേ തിരിച്ച് കൊടുക്കുകയുള്ളൂ. ഒരു ജാബ്, ഒരു ഹുക്ക്, അതിലും തീർന്നില്ലേ ഒരു അപ്പർക്കട്ട്, നീ തീർന്നടാ. ആ ഒരു മൂഡാണ് നമുക്ക് ആക്ച്വലി ദാവീദ് തരുന്നത്. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നൈസ് സാധനമാണ്. കൊച്ചു പിള്ളേർക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെയൊക്കെ പോയി കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളൊരു കാര്യത്തിന് ഇഷ്ടപ്പെട്ട് ആ ഒരു സാധനത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാമ്പ്യനെ വീഴ്ത്താം എന്നൊരു സാധനമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് റുക്കി ലെവലിൽ ഒന്നും ആവാണ്ട് പെട്ട് കിടക്കുന്ന ഒരാൾ ഒരു ദിവസം അയാൾക്കൊരു വെല്ലുവിളി കിട്ടിയപ്പോൾ, അതായത് ജീവൻ മരണ വെല്ലുവിളി എന്നൊക്കെ പറയാം, ആ ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കും അതിൽ പിടിച്ച് കയറുന്നു എന്നൊരു മൂഡാണ് കാണിക്കുന്നത്. അതും അവൻ്റെ ഒരു സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവൻ എഫേർട്ട് ഇടുന്നത്. ആദ്യം നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം കുറച്ച് കുറ്റങ്ങളും കുറവുകളും പറയാം. കാരണം ഞാൻ കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഓടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ എനിക്ക് കുറച്ച് ഭാഗങ്ങൾ, അതായത് മെയിനായിട്ട് വരുമ്പോൾ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒരു കോപ്പിയടി സാധനം പോലെയൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഞാനതിനെ കോപ്പിയടി ആയിട്ട് പറയൂല, ഞാൻ അതിനെ ഇൻസ്പയർഡ് ആയിട്ടേ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവർ മറ്റേ റിയൽ സ്റ്റീൽ എന്ന് പറഞ്ഞ മൂവി ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ റോബോട്ട് ഫൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ കാണിക്കുന്ന, നമ്മുടെ വൂൾവറീനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഹ്യൂഗ് ജാക്സ്മാൻ്റെ ഒക്കെ പടം ഉണ്ടല്ലോ റിയൽ സ്റ്റീൽ, അതിൻ്റെ ആ ഒരു ലാസ്റ്റ് സാധനത്തിന് ഇവിടെ മനുഷ്യൻ്റെ ഒരു വികാരം പോലത്തെ സാധനമായിട്ടും അതുപോലെ തന്നെ കുറച്ച് നല്ല ഡിഫറൻ്റ് ആയിട്ടുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേക്കേഴ്സ് ഒന്നും ആ സിനിമ കണ്ടിട്ടില്ലാതെ ഒരു കോയിൻസിഡൻസ് പറ്റിയിട്ടുള്ളതും ആവാം കേട്ടോ, അല്ലാതെ ഡയറക്റ്റ് കോപ്പിയുടെ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വൈബിൽ കാണിച്ചിട്ടുണ്ട്. നല്ലോണം ഇടി കൊണ്ട് പൊളിയുമ്പോഴത്തേക്കും ഒക്കെ നമ്മുടെ ഫാമിലി അവിടെ നിന്ന് കൈയടിക്കുകയാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഇടി കൊള്ളുമ്പോൾ എൻ്റെ വൈഫോ എൻ്റെ അമ്മയോ ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെയൊക്കെ അയ്യോ ദൈവമേ അവനെ ഒന്ന് കരയ്ക്ക് എത്തിച്ചേരണേ എന്നൊരു വൈബായിരിക്കും, ജയിച്ചില്ലെങ്കിലും അവന് ജീവനോടെ തിരിച്ചേരണേ എന്നൊരു വൈബായിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും വൈഫായിട്ട് വരുന്ന പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ സാധനം കൊടുക്കായിരുന്നു. കുറച്ചുകൂടെ ഇമോഷൻ കുറഞ്ഞിട്ട് ഇടിക്കുന്നുണ്ട് അത്രേ വരുന്നുള്ളൂ. അല്ലാതെ അയ്യോ ഇടി കിട്ടി ആ ഒരു സാധനം വരണം എന്നുള്ളതായിരുന്നു എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്. ദാവീദ് ഈസ് എ മലയാളം സ്പോർട്സ് ഡ്രാമ റിവോൾവിംഗ് അറൗണ്ട് ആഷിഖ് അബു. നമ്മുടെ ഡയറക്ടർ അല്ല, ഇതിനകത്ത് പെപ്പയുടെ ക്യാരക്ടറാണ് ആഷിഖ് അബു. എ മിഡിൽ ഏജ്ഡ് ബൗൺസർ ഹു ഫേസസ് എ ലൈഫ് ചേഞ്ചിങ് റൈവൽറി വിത്ത് ടർക്കിഷ് ബോക്സർ സൈനുൽ അഹ്മദോവ്. അതായത് ഒരു ലോക ചാമ്പ്യനെ പോലെ നിൽക്കുന്ന നോക്കൗട്ട് കിങ് ആയിട്ടുള്ളൊരു മൂഡ് സാധനമുണ്ട് അങ്ങേർക്ക്. 89 ഓൾറെഡി 89 ഫൈറ്റുകൾ പുള്ളി ഒപ്പോണൻസിനെ അടിച്ച് തീർത്തുന്നൊരു വൈബിലാണ് ഫിനിഷ് ആക്കുന്നത്. അതായത് ഒരു കില്ലർ മൂഡാണ് പുള്ളിക്കാരൻ, അല്ലാണ്ട് ഒരു കോണ്ടസ്റ്റ് അല്ല. കംപ്ലീറ്റ്ലി ഒരു ക്രിമിനൽ മൂഡ് പോലത്തെ ഒരു സാധനം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ അയാളുമായിട്ടൊരു ഏണി വരുന്നു നമ്മുടെ പെപ്പയുടെ ക്യാരക്ടറായിട്ടുള്ള ആഷിഖ് അബുവിന്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന്, ആ ഒരു സംഭവത്തിൽ നിന്ന് ഈ കഥ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ദ ഫിലിം എക്സ്പ്ലോർസ് തീംസ് ഓഫ് റിഡംഷൻ, പെർസിവറൻസ് ആൻഡ് ദ അണ്ടർഡോഗ്സ് ജേണി. അതായത് റിഡംഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പാപമോഷം എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്, അത് ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർസിവറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഡെഡിക്കേഷനും അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ എഫേർട്സ് ഒക്കെയാണ് പറയുന്നത്. അതുപോലെ അണ്ടർഡോഗ്സ് ജേണി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു റുക്കി എങ്ങനെ ഹീറോ ആവുന്നു. ആന്റണി വർഗീസ് അഥവാ നമ്മളൊക്കെ പെപ്പെ എന്ന് വിളിക്കുന്ന പുള്ളിക്കാരനാണ് ഇതിനകത്തെ മെയിൻ ഹീറോ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് വരുന്ന ഒരു മെയിൻ ഹീറോ ഉണ്ട്, അതായത് നമ്മുടെ ഹീറോയെക്കാളും മെയിൻ ഹീറോ വിജയരാഘവൻ സാറാണ് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. നമ്മുടെ ഒരു ആശാനെ എന്നൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ, അത്രയും റെസ്പെക്റ്റോടുകൂടി ഒരാളെ വിളിക്കൂലേ, അമ്മാതിരി ഒരു ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു സാധനമാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. പിന്നെ പെപ്പയുടെ ഭാര്യയായിട്ട് ലിജോമോൾ ജോസ് ഉണ്ട്, പിന്നെ സൈജു കുറുപ്പുണ്ട് കൊച്ചാപ്പയായിട്ട്, അജു വർഗീസ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. ഒരു ബിസിനസ് മൂഡ് സാധനത്തിൽ നിന്ന് പുള്ളിക്കാരൻ ഒരു സ്പോർട്സ്മാൻഷിപ്പ് മൂഡിലോട്ട് വരുന്നൊരു സംഭവം കാണിക്കുന്നത്. പിന്നെ ഈ പുള്ളി എമ്മോ ഇസ്മയിൽ, എൻ്റെ പൊന്നോ, ഈ പുള്ളിയുടെ പെർഫോമൻസ് വേറെ മൂടാട്ടോ. എനിക്കൊന്ന് പ്രൊഫഷണലി പുള്ളി ഒരു ബോക്സർ ആണെന്ന് തോന്നുന്നു, കാരണം അമ്മാതിരി സാധനമാണ് പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു, പിന്നെ ജസ്റ്റിൻ വർഗീസ് മ്യൂസീഷ്യൻ, സ്ക്രീൻ പ്ലേ ദീപു രാജീവ്. ഈ പുള്ളിയെ കണ്ട, ഈ പുള്ളിയെ നോക്കി വെച്ചോട്ടാ, എൻ്റെ പൊന്നോ, ഇതിനകത്ത് പുള്ളി നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെറിയ ഒരു രീതിയിൽ വന്നിട്ട് നമുക്ക് ആ ഒരു സംഭവം തന്നിട്ട് പോകും, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കുറച്ച് ഭാഗങ്ങളിൽ പുള്ളി ഉണ്ട്, ആ സാധനം പുള്ളി വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ സിനിമാറ്റോഗ്രാഫർ ഷാലു കെ തോമസ്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും ഒരു പിടുത്തമില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഞാൻ പറയുവാണ്, പടം നൈസ് മൂഡാണ്. പിന്നെ ഈ പടം കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റിയൽ സ്റ്റീൽ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കണക്ഷൻ കിട്ടും. പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള എത്തിക്സ് ഇല്ലാത്ത കോപ്പിയടി സാധനം ഉണ്ടല്ലോ, ആ സാധനം ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്റ്റേറ്റ് ചെയ്യുവാണ്.